നമസ്തേ. കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘ മഹോത്സവം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായയിൽ വെച്ച് അതിവിപുലമായി ആഘോഷിക്കുന്നു. പുരാതനമായ മാമാങ്കത്തിന്റെ പുനരാവിഷ്കാരമായാണ് ഈ മഹോത്സവം കണക്കാക്കപ്പെടുന്നത്. ലോകക്ഷേമത്തിനായി പരശുരാമൻ ഭാരതപ്പുഴയുടെ തീരത്തുള്ള താമസനൂരിൽ, അതായത് ഇന്നത്തെ തവനൂരിൽ ആദ്യത്തെ യാഗം നടത്തിയെന്നും ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഈ യാഗത്തിൽ എല്ലാ ദേവന്മാരും പങ്കെടുത്തുവെന്നും വിശ്വസിക്കപ്പെടുന്നു. സപ്തപുണ്യ നദിയായി ദക്ഷിണഗംഗയായ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന മാഘമാസം അതുകൊണ്ട് തന്നെ അതീവ പുണ്യകരമായി കണക്കാക്കുന്നു. ചരിത്രം 12 വർഷത്തിലൊരിക്കൽ ഈ യാഗം ആവർത്തിക്കപ്പെടുകയും അത് മഹാമാഘ മഹോത്സവമായി മാറുകയും ചെയ്തു. ആദ്യകാലത്ത് ബൃഹസ്പതിയും പിന്നീട് പെരുമാക്കന്മാരും ഇതിന്റെ രക്ഷാധികാരികളായി. പിന്നീട് സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങൾക്കും രക്തരൂക്ഷിതമായ മാമാങ്കങ്ങൾക്കും ഇത് വേദിയായി. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് ആ മാമാങ്കങ്ങൾ അവസാനിച്ചു. മഹോത്സവത്തിന്റെ വീണ്ടെടുപ്പ് തന്നെയാണ് ഇന്ന്. കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് ജൂന അഖാഡയിലെ മുതിർന്ന സന്യാസിയായ സ്വാമി ആനന്ദവൻ ഭാരതി മഹാരാജ് ദക്ഷിണേന്ത്യയുടെ മഹാമണ്ഡലേശ്വരായി നിയമിതനായി. തിരുനാവായിലെ പുരാതനമായ മഹാമാഘ മഹോത്സവം കേരളത്തിലെ കുംഭമേള എന്ന പേരിൽ പുനർജനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ജനുവരി 19 തമിഴ്നാട്ടിലെ തിരുമൂർത്തിമലയിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര പാലക്കാട്, തൃശൂർ വഴി ജനുവരി 22 തിരുനാവായയിൽ എത്തിച്ചേരും. ജനുവരി 22 തിരുനാവായയിൽ ധർമ്മധ്വജം ഉയർത്തും. നിള ആരതി മഹോത്സവ ദിവസങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നിള ആരതി നടക്കും. പങ്കാളിത്തം കേരളത്തിലെ രാജകുടുംബങ്ങൾക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരും ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാന ദിവസങ്ങളായ മൗനി അമാവാസി, വസന്ത പഞ്ചമി, രഥസപ്തമി, ഗണേശ് ജയന്തി, ഷഷ്ഠി, ഭീഷ്മാഷ്ടി, മാഘപൗർണമി തുടങ്ങിയ ദിവസങ്ങൾ വിശേഷമായി ആചരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭാരതപ്പുഴയിലെ സ്നാനം അതീവ പുണ്യകരമായി കരുതപ്പെടുന്നു.